ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടില്ല. എൻ്റെ പേര് മുഹമ്മദ് അലി, പാലക്കാട് ജില്ലയിൽ പഴയലക്കിടിയിൽ താമസിക്കുന്നു. ഇന്ന് എൻ്റെ തന്നെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് ഈ വീഡിയോയുമായി വന്നത്. ഞാൻ പുതുതായി കെട്ടിയ ഒരു വീടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ, വീട് നിർമ്മാണം തുടങ്ങുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ആയിരിക്കും അത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് വീട് വെക്കുന്നതിന് നമ്മുടെ കയ്യിൽ എത്ര ബഡ്ജറ്റാണ് ഉള്ളത് എന്നാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ആ ബഡ്ജറ്റ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മൾ കയ്യിലൊരു 5 ലക്ഷം രൂപയാണ് ഉള്ളതെങ്കിൽ ബാക്കി പൈസ നമ്മൾ എങ്ങനെയാണ് സ്വരൂപിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്യണം. കാരണം നമുക്കത് വീട് പണി കഴിഞ്ഞാലും ബഡ്ജറ്റ് നമുക്ക് കൊടുത്തു തീർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കടം വാങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കുമ്പോഴേക്കും വീട് വിൽക്കേണ്ട ഒരവസ്ഥ വരും. ആ ഒരവസ്ഥ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എത്രയാണ് വരുമാനം വരുന്നത്, അതിൽ നിന്ന് എത്രയാണ് നീക്കിയിരിപ്പ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഒരു ഏകദേശം കാൽക്കുലേഷൻ നടത്തണം. എന്നതിന് ശേഷം ആ കാൽക്കുലേഷൻ നടത്തി നമുക്ക് എത്ര ബഡ്ജറ്റ് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ എത്ര എമൗണ്ടാണ് നമുക്ക് ഒരു മാസം വരുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കടം വാങ്ങാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എങ്കിലും നമുക്കത് കൊടുത്തു വീട്ടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പണി പൂർത്തിയാകുമ്പോഴേക്കും ആ വീട് വിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബഡ്ജറ്റിൻ്റെ കാര്യം. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് മാത്രമേ ലോൺ എടുക്കുകയാണെങ്കിലും കടം വാങ്ങുകയാണെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഉള്ള ബഡ്ജറ്റിനനുസരിച്ച് നല്ലൊരു പ്ലാൻ വരച്ച് അതിന് ചെയ്യാൻ വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വ്യക്തമായൊരു പ്ലാനിങ് ആണ്. നമുക്ക് എത്ര റൂം വേണം, എത്ര ബാത്റൂം വേണം, എത്ര ബെഡ്റൂം വേണം എന്നത് കറക്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ജീവിക്കാൻ എത്ര വേണ്ടത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. കാരണം നമുക്ക് ചെറിയൊരു കുടുംബമാണെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ 2 റൂം മതി. വെറുതെ വലിയ വീടുകളൊന്നും കെട്ടിപ്പൊക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വീട് കെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വീട്ടിൽ എത്ര ആളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങൾ എത്രയാണ്, നമുക്ക് എത്ര ഭാഗങ്ങളാണ് ഉപയോഗപ്പെടുക എന്ന് നോക്കിയിട്ട് ആ ഉപയോഗപ്പെടുന്ന ഭാഗം മാത്രം കിട്ടുക. അല്ലെങ്കിൽ അപ്പുറത്തെ വീട് നോക്കി, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടിപ്പുറത്തുള്ള വീട് നോക്കി, അല്ലെങ്കിൽ 2000-4000 സ്ക്വയർ ഫീറ്റ് വീടുകളൊക്കെ നമ്മൾ കാണും. അത് കണ്ടിട്ട് അതുപോലെ വേണം എന്ന് ശ്രമിക്കാൻ നിൽക്കരുത്. നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീടായിരിക്കണം. നമ്മൾ വെറുതെ കെട്ടിപ്പൊക്കിയിട്ടൊരു കാര്യമില്ല. നമുക്കതൊന്നും ആ സ്ഥലമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആകെ 2-3 ആളുണ്ടെങ്കിൽ നമ്മൾ ആ റൂമോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരം യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് മാത്രമേ ഉള്ളൂ. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. തിരിഞ്ഞു നോക്കില്ല, അതിങ്ങനെ മുടങ്ങിക്കിടക്കും. അപ്പോൾ നമുക്ക് എത്ര സ്പേസാണ് വേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് മാത്രം ഉപയോഗിക്കുക. അതിനനുസരിച്ച് മാത്രം വീട് നിർമ്മിക്കുക. വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള വീട്, നമുക്ക് താമസയോഗ്യമാക്കേണ്ട രീതിയിലുള്ള വീട്, പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള സ്ഥലപരിമിതികൾ മാത്രം കെട്ടി ഉയർത്തുക. വെറുതെ നമ്മൾ കെട്ടിപ്പൊക്കിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വ്യക്തമായൊരു പ്ലാനിങ് ആണ് ആദ്യം തന്നെ വേണ്ടത്. അത് നമുക്ക് വീട് പണി പൂർത്തിയാക്കി വീട് പണി തുടങ്ങുന്നതിന് മുൻപ് പ്ലാനിങ് കംപ്ലീറ്റ് പൂർത്തിയാക്കണം. വീട് പണി തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ലേശം കൂട്ടുക. അല്ലെങ്കിൽ നമ്മൾ 10-10 റൂമ് ഉദ്ദേശിച്ചാൽ നമുക്കൊരു 12-10 ആക്കായിരുന്നു എന്നൊരു തോന്നൽ പിന്നെ വരാൻ പാടില്ല. കാരണം നമ്മൾ 12-10 ആക്കണം വേണ്ടി 2 അടിയാണ് നീക്കി വെക്കാൻ നമ്മളൊരു ഭിത്തി കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ ആ കെട്ടിപ്പൊക്കാൻ നമുക്ക് ആ 10,000 രൂപയ്ക്കും ചിലവ് വന്നിട്ടുണ്ടാവുക. നമ്മളത് പൊളിച്ച് 2 അടി അങ്ങനെ നീക്കണമെങ്കിൽ ആ 10,000-ൽ നിൽക്കില്ല. അതിന് അതിൻ്റെ ഇരട്ടി ചിലവ് വരും. അത് പൊളിക്കണം, അതിൻ്റെ ആ പൊളിച്ച് വേസ്റ്റ് മാറ്റണം, പിന്നെ നിർമ്മിക്കണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഡബിൾ ചിലവ് വരും. ഒരു 10,000 രൂപയ്ക്ക് നമ്മളൊരു ഭിത്തി കെട്ടി പൊക്കി കഴിഞ്ഞാൽ ആ 10,000 രൂപ മതിയാവില്ല അതൊന്ന് നീക്കി വെക്കണമെങ്കിൽ.
അപ്പോൾ അതിൻ്റെ ഡബിൾ ചിലവ് വരും. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പ്ലാനിങ് കംപ്ലീറ്റ്, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് പ്ലാനിങ് കംപ്ലീറ്റ് ആക്കണം. അല്ലാണ്ട് വീട് പണി തുടങ്ങിയതിന് ശേഷം അത് കൂട്ടിക്കുറക്കൽ നടക്കാനില്ല. നമുക്ക് അതനുസരിച്ച് ബഡ്ജറ്റ് കൂടും. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കണമെങ്കിൽ വ്യക്തമായ പ്ലാനിങ് ആദ്യം തന്നെ വേണം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബാത്റൂമുകളൊക്കെ കെട്ടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബാത്റൂം മാത്രം, ഒരു അറ്റാച്ച്ഡ് ഒരു കോമൺ നമുക്കത് യൂസിങ് വരുള്ളൂ, അത് ഇട്ടാൽ മതി. വെറുതെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം അല്ലെങ്കിൽ കോമൺ ഇത് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ബാത്റൂമുകളുടെ എണ്ണം കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ബാത്റൂം എണ്ണം കൂടുന്തോറും നമുക്ക് ചിലവ് കൂടും. കാരണം ഒരു 10 റൂം നിർമ്മിക്കുന്നതിന് ഡബിൾ ചിലവ് വരും ഒരു ബാത്റൂമിന്. കാരണം ബാത്റൂം, അതിൻ്റെ ടൈൽ വർക്ക്, അതിൻ്റെ മറ്റേ ക്ലോസറ്റ്, പൈപ്പ്, ഷവർ കൊണ്ട് അങ്ങനെ അക്സസറീസ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ഒരു റൂം കെട്ടുന്നതിൻ്റെ ഡബിൾ ചിലവ് വരും ഒരു ബാത്റൂം നിർമ്മിക്കാൻ. അപ്പോൾ ബാത്റൂമുകളുടെ എണ്ണം പരമാവധി കുറക്കുകയായിരിക്കും ഒരു ബഡ്ജറ്റ് ഹോം നമ്മൾ നിർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്നത് ബഡ്ജറ്റ് ഹോം പറഞ്ഞാൽ അത് റേറ്റിൽ കുറവൊന്നും വരുന്നില്ല. കാരണം നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു വലിയൊരു ബഡ്ജറ്റ് തന്നെയാണ് നമ്മളൊരു വീട് വെക്കുമ്പോൾ. അത് നമുക്ക് ഒരിക്കലും ക്യാഷ് ഉണ്ടായതിനു ശേഷം നിർമ്മിക്കാൻ കഴിയില്ല. നമ്മൾ കയ്യിൽ ക്യാഷ് വെച്ചിട്ട് നമുക്ക് സാധാരണക്കാരനെ നിർമ്മിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ഇവിടുന്ന് കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ ലോൺ എഴുതിയിട്ടൊക്കെ തന്നെ ആയിരിക്കും സാധാരണക്കാരൻ വീട് വെക്കുന്നത്. മിക്കൊരു 90% സാധാരണക്കാരും വീട് വെക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാണ്ട് മുഴുവൻ ക്യാഷും കയ്യിൽ വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു വീട് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ചെയ്ത വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പ്ലാൻ വരയ്ക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടില്ല. ഞാൻ വർക്കിന് മാത്രമാണ് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് സ്ഥലപരിമിതി വളരെ ചുരുങ്ങിയ രീതിയിലുള്ളൊരു സ്ഥലമായിരുന്നു. ഒരു 4 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. പക്ഷെ അത് ഒരു സ്ക്വയർ ആയിരുന്നില്ല, ഒരു നീളത്തിലൊരു ഇതായിരുന്നു, ഒരു ദീർഘചതുരം പോലൊരു പ്ലോട്ടായിരുന്നു. അതൊരു 8 മീറ്റർ വീതിയും ഒരു 25 മീറ്റർ നീളത്തിലുള്ള ഒരു പ്ലോട്ടായിരുന്നു. ഒരു 4 സെൻറ്റ് സ്ഥലമാണ് ഉള്ളതാകെ. അതിൽ വരുന്നത് 8 മീറ്റർ വീതിയാണ് ആകെ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു നീളത്തിലുള്ളൊരു ഒരു വീട് നിർമ്മിക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് സ്ക്വയറിലൊരു വീട് നിർമ്മിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കുള്ള സ്ഥലത്ത് എങ്ങനെ ഒരു വീട് നിർമ്മിക്കാം എന്നൊരു ചിന്തയിലേക്കാണ് കടന്നത്. അല്ലാണ്ട് ഇനി അതിലൊരു വീട് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുതിയൊരു സ്ഥലം വാങ്ങി നിർമ്മിക്കാനുള്ള ബഡ്ജറ്റ് എൻ്റെ ഇല്ലായിരുന്നു. അതാണ് സത്യാവസ്ഥ. കാരണം നമ്മൾ ഉള്ള സ്ഥലത്ത് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. സാധാരണക്കാരൻ ഒരു സ്ഥലം വാങ്ങി ഒരു വീട് നിർമ്മിക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് എങ്ങനെ നമുക്ക് ചെറുതാണെങ്കിൽ ചെറുത്, നമുക്ക് ഉദ്ദേശിക്കുന്ന നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് അതെങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ചിന്തയിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ വീടിൻ്റെ പ്ലാനൊക്കെ നിർമ്മിച്ചത്. എല്ലാ പ്ലാൻ കംപ്ലീറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അതിലൊരു മൊബൈലിൽ നിന്നൊരു പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു പ്ലാൻ വരയ്ക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലാനാണ് വരച്ചത്. അതിനുശേഷം നല്ലൊരു കോൺട്രാക്ടറിനെ തപ്പിപ്പിടിച്ചു. എനിക്ക് പറ്റിയ നല്ലൊരു കോൺട്രാക്ടറെ തന്നെ കിട്ടി. അവർക്ക് ഞാൻ അതിൻ്റെ വർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അത് മൊത്തം കോൺട്രാക്ട് കൊടുക്കുകയല്ല ചെയ്തത്, ഘട്ടമായിട്ടാണ് കൊടുത്തത്. തറ വേറെ കൊടുത്തു, കെട്ടിവാർക്ക് കൊടുത്തു, അതിന് ശേഷം തേപ്പ് കൊടുത്തു, ടൈല് കൊടുത്തു. അങ്ങനെ ഘട്ടമായിട്ടാണ് കൊടുത്തത്. അല്ലാണ്ട് മൊത്തം വർക്കല്ല കൊടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാനും കഴിഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വീട് നമ്മൾ നിർമ്മിക്കാൻ പോകുമ്പോൾ ഒരു കോൺട്രാക്ടറിന് മൊത്തമായിട്ടാണ് കൊടുക്കുകയാണെങ്കിലും ഘട്ടമായിട്ടാണ് കൊടുക്കുന്നതെങ്കിലും മൊത്തം അവർക്ക് വിട്ടുകൊടുക്കരുത്. നമ്മളെല്ലാ സദാസമയം പോയി അവിടുത്തെ വർക്കുകൾ വിലയിരുത്തണം. കാരണം അവിടുത്തെ ഓരോ വർക്കും നമ്മളുടെ ഇഷ്ടത്തിന് വരണമെങ്കിൽ നമ്മളവിടെ പോയി നോക്കുക തന്നെ വേണം. എങ്ങനെയാണ് നമുക്ക് മനസ്സിൽ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വരികയുള്ളൂ. കാരണം നമ്മളവിടെ ശ്രദ്ധ എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ പടുത്തുയർത്താൻ പറ്റുകയുള്ളൂ. പിന്നെ ഗൾഫിലുള്ളവർക്കൊന്നും കറക്റ്റ് സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ബന്ധപ്പെട്ട ആളുകൾ പോയിട്ട് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ താമസിക്കുന്ന വീടാണല്ലോ, അപ്പോൾ നമ്മൾ കോൺട്രാക്ടർക്ക് കൊടുക്കുന്നു. അത് സത്യസന്ധമായ കോൺട്രാക്ടറായിരിക്കും, എല്ലാവരുടെയും കാര്യമല്ല പറയണത്.
എങ്കിലും നമ്മളവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഞാൻ കൊടുത്ത കോൺട്രാക്ടർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ സ്വന്തം വീട് പോലെ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തു തന്നത്. എങ്കിലും എനിക്ക് പോകാൻ സൗകര്യം ഉണ്ടായിരുന്നു, അത് എൻ്റെ മേൽനോട്ടത്തിൽ അത് നടത്താനുള്ള സൗകര്യമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൃത്യമായി സദാസമയം പോയി എല്ലാ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാറുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ചിന്തയിൽ വന്ന മറ്റേ ആശയങ്ങളെല്ലാം അവരിലേക്ക് പങ്കുവെക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ കെട്ടിത്തരുന്ന ഒരു വർക്കേഴ്സായിരുന്നു എല്ലാ അവരുടെ കംപ്ലീറ്റ് വർക്കേഴ്സും. ആ കോൺട്രാക്ടറിൻ്റെ എല്ലാ വർക്കേഴ്സും നമ്മളുമായിട്ട് മറ്റേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കേഴ്സായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല പൂർണ്ണ സംതൃപ്തിയോടു കൂടിയാണ് വീട് പണി പൂർത്തീകരിക്കാൻ സാധിച്ചത്. പിന്നെ നമ്മൾ ചിലവ് ചുരുക്കി ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസ് ഇറക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. മെറ്റീരിയൽസ് ഇറക്കുമ്പോൾ നമ്മൾ ചിലവ് ചുരുക്കി പറഞ്ഞത് ലോ ബഡ്ജറ്റുള്ള സാധനം ഒരിക്കലും ചെയ്യാൻ പാടില്ല, നമുക്ക് അതിൻ്റെ ഉറപ്പിനെ ബാധിക്കും. അതുകൊണ്ട് ഇൻറ്റീരിയൽ വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റേ സിമെൻറ്റ്, കമ്പി അങ്ങനെയുള്ളതൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഉപയോഗിക്കണം. നമുക്ക് എങ്കിലേ അത് ബിൽഡിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ വീടിന് അത് ഉറപ്പ് കിട്ടുകയുള്ളൂ. കല്ലിറക്കുക, ഞാൻ പറഞ്ഞ എൻ്റെ വീട് ചെയ്യുമ്പോൾ ഞാൻ കല്ലൊക്കെ ഇറക്കിയത് വളാഞ്ചേരി കല്ലാണ് ഇറക്കിയത്. അത് 57 രൂപയോളം ഒരു കല്ലിന് നമുക്ക് അവിടുന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടി, വളാഞ്ചേരിയിൽ നിന്നും പാലക്കാട് നമ്മുടെ ലക്കിടിയിൽ എത്തിക്കാൻ വേണ്ടി 57 രൂപയാണ് ഒരു കല്ലിന് ചിലവ് വന്നത്. അത് നാടൻ കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 45 രൂപയൊക്കെ നമുക്കത് കിട്ടാൻ സാധിക്കും. ഞാൻ പണിയുന്ന സമയത്ത് ആ കല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അപ്പോൾ അവിടെ നിന്ന് വരുത്തിയത്. ശരിക്ക് സാധാരണ കല്ലൊക്കെ മതി, 45 രൂപയുടെ കല്ലിൻ്റെ മതി. നമ്മൾ എന്തായാലും തേക്കുന്ന ഇതാണല്ലോ, ഭിത്തിയൊക്കെ തേക്കുന്നുണ്ടല്ലോ, തേച്ചാൽ തന്നെ സ്ട്രോങ് ആയി. അപ്പോൾ ശരിക്കും നാടൻ കല്ലൊക്കെ മതി. ഞാൻ വളാഞ്ചേരി കല്ലാണ് ഇറക്കിയത്. അതിൽ നിന്ന് എനിക്ക് ഏകദേശം വളാഞ്ചേരി കല്ലും നാടൻ കല്ലും തമ്മിൽ നമുക്ക് ഏകദേശം ഒരു 30,000 രൂപേൻ്റെ മാറ്റം വരുന്നുണ്ട്. നാടൻ കല്ലാണ് ഇറക്കിയിരുന്നെങ്കിൽ ഒരു 30,000 രൂപ എനിക്ക് സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ വളാഞ്ചേരി കല്ലാണ് എടുത്തത്, അതുകൊണ്ട് ഒരു 30,000 രൂപ എനിക്ക് അതിന് ലോസായി പോയി. അത് നമ്മൾ ബഡ്ജറ്റ് ഹോം നിർമ്മിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കും, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അവിടെ അശ്രദ്ധ എന്ന് തന്നെ പറയാം. ബഡ്ജറ്റ് ഹോം നിർമ്മിക്കുന്നവർക്ക് ഒരു 30,000 രൂപ എനിക്കത് ലോസായി പോയി. പിന്നെ അത് മാത്രമല്ല, ടൈൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ അപ്പോക്സി ഇട്ടു. ഞാൻ അപ്പോക്സി ഇട്ടിട്ടാണ് ടൈൽ ജോയിൻ്റൊക്കെ ഫില്ല് ചെയ്തത്, അപ്പോക്സി ഇട്ടിട്ടാണ്. അതിൽ അങ്ങനെ എനിക്കൊരു 15,000 രൂപയോളം അത് അധിക ചെലവ് വന്നു. പിന്നെ മെയിൻ സ്ലാബ് വാർക്കുന്നതിന് റെഡിമിക്സാണ് ഉപയോഗിച്ചത്. റെഡിമിക്സ് കോൺക്രീറ്റാണ് ഉപയോഗിച്ചത്. കാരണം ഇവിടെ ഇട്ട് മിക്സ് ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ്, സ്ഥലപരിമിതി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് റെഡിമിക്സാണ് ഉപയോഗിച്ചത്. അതിൽ നിന്നൊരു 10,000 രൂപയോളം അതും എനിക്ക് നഷ്ടമായി. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 70,000 രൂപയോളം എനിക്കൊരു അധിക ചിലവാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു അധിക ചിലവല്ല, കാരണം സ്ഥലപരിമിതി ഇല്ല. അതുകൊണ്ടാണ് റെഡിമിക്സ് ഉപയോഗിക്കേണ്ടത് വന്നത്. ആ സമയത്ത് പണി തുടങ്ങുന്ന സമയത്ത് കല്ല് കിട്ടാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിന് ഒരു 30,000 രൂപ അധികം ചിലവ് വന്നത്. പിന്നെ ജോയിൻറ്റ് ഫില്ല് ചെയ്തെന്ന് പറഞ്ഞാൽ ടൈൽ എടുത്തതിൽ എനിക്ക് ചെറിയൊരു പാട്ട് പറ്റി. ഞാൻ 2 ടൈൽ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അവിടെ പോയിട്ട് ടൈൽ കണ്ടപ്പോൾ എനിക്കൊരു 4.2 എടുക്കാന്നുള്ളൊരു ചിന്ത വന്നു. അതുകൊണ്ട് 4.2 എടുത്തു. നോക്കുമ്പോൾ ഇവിടെ സൈറ്റിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അത് ചെറിയ ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ടൈലുകളിൽ 4.2 മിക്ക ടൈലുകളിലും ബെൻഡ് വരും എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അത് വൃത്തിയാവണമെങ്കിൽ അത് ജോയിൻറ്റ് ഫില്ലർ ഇട്ടിട്ട് മറ്റേ അപ്പോക്സി ഇട്ട് ചെയ്താൽ മാത്രമേ അത് വൃത്തിയാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു 15,000 രൂപയും എനിക്ക് കൂടുതൽ ചിലവ് വന്നു. അങ്ങനെ ഒരു 70,000 രൂപയുടെ കൂടുതലായിട്ട് എനിക്ക് 70,000 രൂപ ചിലവ് വന്നു. അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ 70,000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇനി ഞാൻ എൻ്റെ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്നതിന് ശേഷം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള എത്ര രൂപ ചിലവ് വന്നു എന്നൊക്കെ വളരെ വിശദമായി ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇനി വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക്. വീട് പെയിൻറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, വൈറ്റ് സിമെൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ.
മുറ്റം കോൺക്രീറ്റ് കൂടി ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് പെയിൻ്റ് അടിക്കാത്തത്. ഫ്രണ്ടിൽ തറ അല്പം ഉയരം കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ 5 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറിയ ഉടനെ ചെറിയൊരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ചെറിയ സിറ്റ് ഔട്ട് ആയതുകൊണ്ട് ഇരിക്കാനുള്ള ചാരുപടിയോ ഇരിപ്പിടോ ഒന്നും കൊടുത്തിട്ടില്ല. പ്ലെയിനായിട്ട് സ്റ്റീൽ കൊടുത്തിട്ട് നമ്മളവിടെ ആ പോർഷൻ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഫ്രണ്ട് കട്ടില ചെയ്തിരിക്കുന്നത് GI ഷീറ്റ് മടക്കിയിട്ടുള്ള ഇരുമ്പിൻ്റെ ഫ്രണ്ട് കട്ടിലയാണ് കൊടുത്തിട്ടുള്ളത്. അത് പോളിഷൊന്നും ചെയ്തില്ല, പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല. വാതിൽ കൊടുത്തിരിക്കുന്നത് മരത്തിൻ്റെ വാതിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അതിൽ കൊത്തിയിട്ടുള്ളത്. ലോക്കാണെങ്കിലും സിമ്പിളായിട്ടുള്ള സാധാ ഓടാമ്പലാണ് വെച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഹാളിൽ, ചെറിയൊരു ഹാളിലേക്കാണ്. ഹാളിൽ നിന്നും പ്രവേശിക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഇത് ഷോക്കേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ഒരു പോർഷനാണ്. ഇവിടെ ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തതാണിത്. ഡൈനിങ് ഹാളിൻ്റെ ഒരു കോർണറിലായി വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട്. അത് കുട്ടികൾക്ക് പഠിക്കാൻ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അയൺ ചെയ്യാൻ അതിനൊക്കെ യൂസ് ചെയ്യാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഈ ഹാളിൻ്റെയും കിച്ചണിൻ്റെയും ഇടയിലൂടെ ഒരു പോർഷൻ പോകുന്നുണ്ട്. കിച്ചണിലേക്ക് പോകുന്നൊരു വഴി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ ഒടിവില്ലാത്ത സ്റ്റെയറാണ്. അതായത് സാധാരണ രീതിയിൽ 7 അടിക്കൊരു ലാൻഡിങ് വരും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 10 അടിക്കൊരു ചെറിയൊരു സ്റ്റെയറാണ് പോവുക. ഇത് ഒടിവില്ലാതെ, അതായത് ലാൻഡിങ് ഇല്ലാതെ നേരെ 10 അടിക്ക് ഒറ്റ സ്റ്റെയറാണ് കൊടുത്തത്. അത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് സ്ഥലം സേവ് ചെയ്യാൻ സാധിച്ചു. മറ്റത് ഒരു റൂമിൻ്റെ സ്പേസ് ഈ സ്റ്റെയറിൽ പോകും. സ്റ്റെയർ നിർമ്മിക്കുന്നതിന് ഒരു റൂമിൻ്റെ സ്പേസ് പോകും. ഇങ്ങനെ ചെയ്തതോടുകൂടി ആ സ്പേസ് നമുക്ക് ലാഭിക്കാൻ സാധിച്ചു. ഇനി ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ചെറിയൊരു ബെഡ്റൂമാണ്, ഒരു മീഡിയം ലെവലിലുള്ളൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഒരു വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. വാൾഡ്രോബിൻ്റെ ഡോറുകൾ, പിന്നെ കിച്ചൺ വാളിൻ്റെ ഡ്രോബുകൾ, പിന്നെ പെയിൻറ്റിങ്, കർട്ടൻ വർക്ക് ഇതൊന്നും ചെയ്തിട്ടില്ല.
ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ 2 ബാത്റൂമാണ് കൊടുത്തത്. ഒരെണ്ണം അറ്റാച്ച്ഡും ഒരെണ്ണം കോമണും. രണ്ടിലും യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി റൂമിൽ നിന്നും പുറത്തേക്ക് വന്നാൽ ഈ കാണുന്നത് കിച്ചണാണ്. കിച്ചണിലും അതുപോലെ തന്നെ കബോർഡുകളൊന്നും ഡോർ സെറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്, അതിലും ഡോറുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ആ വർക്കുകളൊക്കെ ഇനി പെൻഡിങ് ഉണ്ട്. പെയിൻറ്റിങ്, ഡോർ സെറ്റിങ്, കർട്ടൻ വർക്ക്, കബോർഡ് വർക്ക്, ഇതൊക്കെ പെൻഡിങ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് വർക്ക് ഏരിയയാണ്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ്, കിച്ചണും വർക്ക് ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്ന ഭിത്തി ഞാൻ മുഴുവനായിട്ട് കെട്ടിപ്പൊക്കിയിട്ടില്ല. ഒരു 4 അടി ഉയർത്തിയതിന് ശേഷം അങ്ങനെ സ്പേസ് ഇട്ടതിന് ശേഷം ലിൻഡൽ ബീം കൊടുത്തു. അതിന് ശേഷം മുകളിൽ ഒരു 3 വരി കല്ല് വെച്ചിട്ട് അങ്ങനെ മുട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫില്ലറിൻ്റെ ഇടയിൽ, രണ്ടിൻ്റെ ഇടയിൽ സ്പേസ് കൊടുത്തതുകൊണ്ട് നമുക്ക് വർക്ക് ഏരിയയും ഇതും തമ്മിലുള്ള ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റുന്നില്ല. രണ്ടും കൂടി ഒരു വലിയൊരു കിച്ചൺ പോലെ തോന്നിക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു വലിയ കിച്ചണായിട്ട് തോന്നിക്കും ചെയ്യും, നല്ല സ്പേസ് ഉള്ള പോലെ തോന്നിക്കും. മറ്റത് ഇത് ചെറിയൊരു കിച്ചണാണ്, ഒരു 9x9 അളവ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ ഒരു ഇടുങ്ങി പിടിച്ചതുപോലെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചുമര് ഒഴിവാക്കിയത്. ഇത് ഒഴിവാക്കിയത് കൊണ്ട് നല്ല സ്പേസ് തോന്നിക്കുന്നുണ്ട്. വർക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് പുകയടുപ്പാണ്, ആലുവ പുകയടുപ്പാണ് കൊടുത്തിരിക്കുന്നത്. സാധാ അടുപ്പ് സെറ്റ് ചെയ്തിട്ടില്ല, പുകയടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ തന്നെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ സ്ഥലപരിമിതി കമ്മി കിട്ടി എന്ന് പറയുന്നത്, നമുക്ക് ഈ സ്റ്റെയർ നിൽക്കാനുള്ള 1 മീറ്റർ വീതി മാത്രമാണ് നമുക്കിപ്പോൾ സ്ഥലം പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റത് ലാൻഡിങ് കൊടുക്കുന്ന സമയത്ത് അതിനടിയിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ബാത്റൂമോ അല്ലെങ്കിൽ സ്റ്റോർ റൂമൊക്കെയാണ് ആളുകൾ കെട്ടാറ്. പിന്നെ അത് മാത്രമല്ല, ഈ സ്റ്റെയർ നിൽക്കുമ്പോൾ ഒരു റൂമിൻ്റെ സ്പേസാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇത് നമുക്ക് 1 മീറ്റർ വീതി, സാധാരണ സ്റ്റെയറിന് പോകുന്ന ആ ഒരു 1 മീറ്റർ വീതി മാത്രമാണ് നഷ്ടമായത്. അതിനടിയിൽ തന്നെ നമ്മൾ ഇതുപോലെ സ്ലാബ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനും യൂസ് ചെയ്യാം, അതേപോലെ അയൺ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ ഇതിന് അടിയിൽ ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ സ്ഥലം ഒരു വിധത്തിലും ഇവിടെ നഷ്ടമാകുന്നില്ല. നിലത്ത് വിരിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2x4 ടൈലാണ്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഗ്രാനൈറ്റ് പോലെ തോന്നിക്കും, പക്ഷേ ടൈല് തന്നെയാണ് വിരിച്ചത്. സ്റ്റെയറും സിറ്റൗട്ട് പിന്നെ കിച്ചണിലെ സ്ലാബുകളും മാത്രമാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൈവരിയൊക്കെ സ്റ്റീൽ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായ രീതിയിലുള്ള കൈവരിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം.
താഴെ ഒറ്റ ബെഡ്റൂമാണ് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് മുകളിൽ എടുക്കാന്നുള്ളൊരു ആശയം വന്നത്. അല്ലെങ്കിൽ ഞാൻ മുകളിൽ എടുക്കില്ലായിരുന്നു. ഒരു റൂം കൂടി താഴെ കിട്ടുകയാണെങ്കിൽ മുകളിൽ എടുക്കില്ലായിരുന്നു. താഴെ ഒറ്റ ബെഡ്റൂമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് മുകളിൽ 2 ബെഡ്റൂം എടുത്തത്. ഇത് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ബാത്റൂമിലേക്കാണ്. ഇതൊരു വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇവിടെ അല്ല ഇതിൻ്റെ ഉള്ള സ്ഥലം. ഇതിനുള്ള സ്ഥലം മുകളിൽ ടെറസിൽ, ഓപ്പൺ ടെറസിലാണ് ഇതിനുള്ള സ്ഥലം സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് ഒക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഈ മുകളിൽ 2 റൂമിനും കൂടി ഒറ്റ കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ ബാത്റൂമുകളാണ് കൊടുത്തത്, എങ്കിലും സ്പേസ് ഉണ്ട്. അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക്. ബാത്റൂമിനോട് തൊട്ടടുത്ത് തന്നെ ഒരു റൂമുണ്ട്. ഇതാണ് റൂം. ഇത് അതുപോലെ തന്നെ ഞാൻ തന്നെ ചെയ്ത പെയിൻറ്റിംഗ് ആണ്. ഇത് സിമ്പിളായിട്ട് സാധാ മറ്റേ ചകിരിനാര് ഉപയോഗിച്ച് ചെയ്തതാണ്. ചകിരിനാര് കൂട്ടിക്കെട്ടിയതിന് ശേഷം പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ പഫ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു മോഡലാണ്. ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. പെയിൻറ്റിങ് വൈറ്റ് സിമെൻറ്റ് അടിച്ചതിന് ശേഷം ഒരു കോട്ട് പ്രൈമർ അടിച്ചു മൊത്തം. അത് ഞാൻ തന്നെ അടിച്ചത്. ആ പ്രൈമറിൽ ഒരു ലേശം കളർ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കാണിച്ചെന്ന് മാത്രം. അല്ലാതെ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല. പെയിൻറ്റിങ് പുറവും ചെയ്തിട്ടില്ല. അകത്ത് ഒരു കോട്ട് പ്രൈമർ അടിച്ചു, പുറത്ത് വൈറ്റ് സിമെൻറ്റ് മാത്രമാണ് അടിച്ചത്. പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിലതുപോലെ വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലുള്ള മറ്റൊരു റൂമാണിത്. ഇതിലതുപോലെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇതിൽ കട്ടിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. മുകളിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ 2 ബെഡ്റൂമും ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ബെഡ്റൂമും ബാത്റൂമും കുറച്ച് പുറകിലേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നല്ലൊരു ബാൽക്കണി സെറ്റ് ചെയ്യാമായിരുന്നു. ആ ബാൽക്കണി ഒരു അധിക ചിലവായി കണക്കാക്കിയാണ് അത് ചെയ്യാതിരുന്നത്. സ്റ്റെയറിൻ്റെ സൈഡിലൂടെ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ടെറസിലേക്ക് കിടക്കാനുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ടെറസിൽ ഇതാ ഇവിടെയാണ് ആ വാഷിംഗ് മെഷീൻ ഞാൻ നേരത്തെ കാണിച്ചില്ല. അത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ടെറസിലാണ്. അതിനുള്ള ടാപ്പും അതിനുള്ള പോയിൻ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പരമാവധി ചിലവ് ചുരുക്കിയാണ് സെറ്റ് ചെയ്തത്. എന്നാൽ പണിയൊട്ട് കുറവാക്കിയിട്ടുമില്ല. എല്ലാ രീതിയിലുള്ള വർക്കും ചെയ്തിട്ടുണ്ട്. കുറച്ച് കർട്ടൻ വർക്കും പെയിൻറ്റിങ് മറ്റേ ഫാബ്രിക്കേഷൻ വർക്ക് ഇത് 3ഉമാണ് പെൻഡിങ് ഉള്ളത്. ബാക്കി എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. മുകളിൽ 2 റൂം, ഒരു ബാത്റൂം, അതുപോലെ തന്നെ താഴെ ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോർ റൂം, പുറത്തൊരു ബാത്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു ഡൈനിങ് ഹാള്, ഒരു ഹാള്, എന്നിങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്.
ഇനി ഇതിൽ എനിക്കാകെ ചിലവായ തുക എത്രയെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്കാകെ ചിലവായ തുക, തറപ്പണിക്ക് വേണ്ടി എനിക്ക് ചിലവായത് 1,60,000 രൂപ എനിക്ക് ചിലവായി. കാരണം ഒരു സൈഡ് ലേശം വാട്ടർ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ചിലവ് വന്നു. പിന്നെ ബെൽറ്റ് ഞാൻ കൊടുത്തത് 6 ഇഞ്ച് കനത്തോളം ബെൽറ്റ് വാർത്തു. പിന്നെ മണ്ണിടൽ, അത് എല്ലാം കൂടി എനിക്ക് 1,60,000 തറക്ക് മാത്രം ചിലവ് വന്നു. പിന്നെ കെട്ടിവാർപ്പ് ഒരു 6,50,000 രൂപ കെട്ടിവാർപ്പിന് ചിലവ് വന്നു. തേപ്പിന് ഒരു 2,50,000 രൂപ ചിലവ് വന്നു. അതുപോലെ ഇലക്ട്രിക് വർക്ക്, അതായത് പ്ലംബിംഗ് വർക്ക്, സാധനങ്ങൾക്ക് മെറ്റീരിയലിന് മാത്രം 1,00,000 ചിലവ് വന്നു. പിന്നെ ഒരു 30,000-35,000 രൂപയോളം അതിൻ്റെ ലേബറും അത് വന്നു. പിന്നെ ടൈൽസ്, അതിൻ്റെ മറ്റേ ലേബർ എല്ലാം കൂടി 2,00,000 രൂപ എനിക്ക് അതിനും ചിലവ് വന്നു. പിന്നെ ഈ ജനല്, വാതിൽ, അങ്ങനത്തെ വർക്കൊക്കെ കൂടിയിട്ട് അതിന് എനിക്കൊരു 1,20,000 രൂപ അതിനും ചിലവ് വന്നു. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ജനല് കംപ്ലീറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് സിമെൻറ്റിൻ്റെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. വാതിലുകളും വുഡിൻ്റെ വാതിലാണ് ബെഡ്റൂമുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. പ്ലൈവുഡിൻ്റെ വാതിലുകളാണ് കൊടുത്തിരിക്കുന്നത്. റെഡിമെയ്ഡ് വാതിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെനിക്ക് ഏകദേശം 2,000 രൂപയാണ് ഒരു ഡോറിന് ചിലവ് വന്നത്. നമ്മൾ അത് വാതിൽ മരത്തിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ചിലവ് വരും. പിന്നെ അത് മാത്രമല്ല, ജനൽ ഫ്രെയിം, കട്ടില ഫ്രെയിം എല്ലാം ചെയ്തിരിക്കുന്നത് സിമെൻറ്റിൻ്റെയാണ്. അത് എനിക്ക് മരത്തിൻ്റെ ചെയ്യുന്നതിനേക്കാളും പകുതി അതിനും ചിലവ് വന്നിട്ടുള്ളൂ. പാളികളെല്ലാം മരത്തിൻ്റെ തന്നെ ചെയ്തത്. ഫ്രെയിം മാത്രം റെഡിമെയ്ഡ് മേടിക്കുകയാണ് ചെയ്തത്. അത് സിമെൻറ്റിൻ്റെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതിലും പകുതി ക്യാഷ് സേവ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഫ്രണ്ട് ഡോറ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് GA ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടുള്ള ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്, കട്ടില ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്, സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ പൊള്ളയാണെങ്കിൽ സൗണ്ട് വരും. അപ്പോൾ ഫ്രെയിം GA ഷീറ്റിൻ്റെ കട്ടില ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അതിൽ തട്ടുമ്പോഴും മരത്തിൻ്റെ അതേ സൗണ്ട് കിട്ടും. കാണുമ്പോൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ മരമാണെന്ന് തന്നെ തോന്നിക്കുള്ളൂ. അത് മരത്തിൻ്റെതായ രീതിയിൽ ഫുള്ള് പോളിഷ് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പ് ഇപ്പോൾ ഉണ്ട്, വിപണിയിലുണ്ട്. അതിനുള്ള പെയിൻ്റൊക്കെ വാങ്ങി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മരത്തിൻ്റെ അതേ എഫക്റ്റ് കിട്ടും. അതേപോലെ ജനൽ ഫ്രെയിമും സിമെൻറ്റിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. അതിലും അതുപോലെ തന്നെ നമുക്ക് പോളിഷ് ചെയ്തിട്ട് മരമാക്കി എടുക്കാൻ പറ്റും. തേക്കോ മഹാഗണി ഏത് വേണമെങ്കിലും ആക്കി എടുക്കാം. അതുപോലെ ഫ്രണ്ട് വാതിലും ജനലും അതിൻ്റെ ഫ്രെയിമുകളൊക്കെ നമുക്ക് പോളിഷ് ചെയ്തിട്ട് മരമാക്കി എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചെങ്കല്ലിൽ, അതായത് വെട്ടുകല്ലിൽ ആണല്ലോ ഇത് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 100% ചതല് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരു 90% വീടുകളിലും ചതലിൻ്റെ ശല്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ തന്നെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ചതലിൻ്റെ ശല്യമുണ്ട്. അത് ഫ്രണ്ട് കട്ടിൽ തന്നെ എൻ്റെ കുറുമ്പടി കംപ്ലീറ്റ് ചതല് നിന്ന് പോയി. ഒരു 6 വർഷത്തോളമായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയായിട്ടാണ് വീട് ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ സിമെൻറ്റിൻ്റെ ഫ്രെയിം വെച്ചത്. അത് MS-ൻ്റെ ഇത് വരും, MS അല്ല സോറി, GA ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടുള്ള ഫ്രെയിമാണ് വെച്ചിട്ടുള്ളത്. ആ GA ഷീറ്റ് ബെൻഡ് ചെയ്തിട്ട് ഉള്ളിൽ പൊള്ളയാണ്. അത് സൗണ്ട് പുറത്തേക്ക് തട്ടുമ്പോൾ GA ഷീറ്റിൻ്റെയാണ് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയാണ് എന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കിട്ടില്ല. അതായത് മരത്തിൻ്റെ അതേ എഫക്റ്റ് തന്നെ കിട്ടും. പിന്നെ അതിൽ നമ്മൾ മരത്തിൻ്റെ പോളിഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി. എനിക്ക് ആ ഫ്രെയിമിന് 8,000 രൂപയാണ് ചിലവ് വന്നത്. നമ്മളത് മരത്തിൻ്റെ ചെയ്യുകയാണെങ്കിൽ ഒരു ഏകദേശം 20,000 രൂപ വരും. കാരണം അത് 8x4 കട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. കട്ടില ഫ്രെയിമാണ് 8x4 കൊടുത്തിരിക്കുന്നത്. 8x4 നമ്മൾ മരത്തിൽ ചെയ്യുകയാണെങ്കിൽ 20,000 രൂപ ചിലവ് വരും. പിന്നെ ഫ്രണ്ട് ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തത്. അത് ഞാൻ തന്നെ ഡിസൈൻ കൊടുത്തിട്ട് ഉണ്ടാക്കിച്ചതാണ്. പിന്നെ അതിലേക്ക് ലോക്കൊക്കെ സാധാ ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊക്കെ എനിക്ക് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ലോക്ക് ഉദ്ദേശിക്കുന്നത് സാധാരണ പുറത്തേക്ക് പോകുമ്പോൾ ലോക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഡോറിൽ ഒരു ലോക്ക് കൊടുക്കുന്നത്. അതിന് ആ ലോക്ക് മതി.
കാരണം നമ്മൾ മണിച്ചിത്രത്താഴ് ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 6000-7000 റുപ്യോളം ആ ലോക്കിന് വരും. കാരണം അത് സേഫ്റ്റി ഇല്ല. അത് ഒരു ലീവറോ അല്ലെങ്കിൽ സ്ക്രൂഡ്രൈവറോട്ട് തിക്കിയാൽ പൊട്ടുന്ന ഒരു വില അതിനുണ്ടാവുള്ളൂ. സാധാ നോർമൽ ഒരു ഓടാമ്പലാണെങ്കിൽ കാണാൻ ഷോ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, പക്ഷെ ബലം ഉണ്ടാവും, നന്നായിട്ട് ബലം കിട്ടും. എനിക്കിപ്പോൾ കർട്ടൻ വർക്കും മറ്റേ ഫാബ്രിക്കേഷൻ വർക്ക്, പെയിൻറ്റിങ്, ഇത് മൂന്നാണ് ഞാൻ ചെയ്യാത്തത്. അത് മൂന്നും ചെയ്യാതെ എനിക്ക് ടോട്ടൽ ഏകദേശം 14,50,000 രൂപ ചിലവ് വന്നു. അതായത് ടോട്ടൽ ഇത് സ്ക്വയർ ഫീറ്റ് 1270 സ്ക്വയർ ഫീറ്റാണുള്ളത്. നമ്മളതിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് 1150 രൂപയോളാണ് ഇപ്പോൾ ചിലവ് വന്നത്. ഇനി അത് പെയിൻറ്റിങ്ങും മറ്റേ ഫാബ്രിക്കേഷൻ വർക്ക് ഇതൊക്കെ ചെയ്ത് ഫിനിഷിങ് വരികയാണെങ്കിൽ തന്നെ നമുക്കൊരു 1250-1300 രൂപേൻ്റെ ഉള്ളിൽ ആകെ മൊത്തം ചിലവ് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാൻ ആക്കിയാൽ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അവർക്ക് ഞാൻ അയച്ചു തരാം. ഇത് താഴെ 864 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്നുണ്ട്. മുകളിൽ 410 സ്ക്വയർ ഫീറ്റ് മുകളിലും താഴെ 860 സ്ക്വയർ ഫീറ്റ് താഴെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ അടിയിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ മാക്സിമം റീപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ ഒന്ന് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് വീഡിയോ, എങ്കിൽ മാത്രം ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിഞ്ഞത്. ഇനിയും ഒരുപാട് പോയിന്റുകൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള അപ്പോൾ തന്നെ റിപ്ലൈ തരാം, മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം.